Hi guys, welcome back to my YouTube channel. This is Azerbaijan vlog. ബഹ്റൈൻ ടു അസർബൈജാൻ ആണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഓരോ സ്പെസിഫിക് പ്ലേസസ് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ബേബി ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ആൻഡ് ഇത് മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസസ് ആണ്. സോ നൈസാമി സ്ട്രീറ്റ്, ഫ്ലെയിം ടവേഴ്സ് അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ദ നെക്സ്റ്റ് ഡേ നമ്മൾ സ്നോ കാണാനായിട്ട് ഇറങ്ങി. ആൻഡ് ബേബി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ബേബി നന്നായിട്ട് കിടന്നുറങ്ങി. ഞാൻ കുറച്ച് ഫോട്ടോസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് സോ ദാറ്റ് അതെല്ലാം ഒന്ന് കണ്ടിട്ട് വന്നോളൂ. ഇത് ബേബീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബേബിയുടെ ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ കുറച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു. നമ്മൾ അവിടെ സ്നോയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയി കേബിൾ കാറിൽ കയറി. ഈ കേബിൾ കാർ നമ്മൾ കാണുന്നത് ഗബാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി. പിന്നെ ബേബിയുമായിട്ട് സ്നോയിൽ കളിക്കാൻ പോയി. ദാറ്റ് വാസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. സോ ബേബി ആദ്യമായിട്ടാണ് സ്നോ കാണുന്നത്. ഞങ്ങളും ഭയങ്കര ത്രിൽഡായിരുന്നു. ഞാൻ കുറച്ച് ഫോട്ടോസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ അവിടെ എടുത്ത ഓരോ പിക്സാണ്. ലൈക്ക് ബേബീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഇത് ലിറ്റിൽ വെനസ് ആണ്. ലിറ്റിൽ വെനസിൽ ബേബീനെയും കൊണ്ട് ബോട്ടിൽ കയറിയപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ ബിറ്റ് സ്കാരി ബട്ട് സ്റ്റിൽ ഞങ്ങൾക്കൊരു നല്ല ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ കയറിയത്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണിത്. ഇഫ് അറ്റ് ഓൾ യു ഗൈസ് വോണ്ട് ടു ലൈക്ക് ഹാവ് എനി ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു മെൻഷൻ ഇൻ ദ കമൻറ്റ്സ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അഫ്കോഴ്സ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഒരു എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇറ്റ് വാസ് ഹിസ് ബർത്ത്ഡേ ആൻഡ് ഇറ്റ് വാസ് സോ സ്പെഷ്യൽ. ഹി വാസ് റൈറ്റ് ഇൻ മിഡിൽ ഓഫ് ദ സ്നോ. അപ്പം ആ ഒരു 1 ഡേ സ്നോയിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ മ്യൂസിയത്തിലേക്ക് പോയി. പിന്നെ ലേക്ക് കാണാനും ഞങ്ങളവിടെ സ്ട്രീറ്റ്സിൽ കുറച്ചൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യാനായിരുന്നു ഞങ്ങൾക്കിഷ്ടം. ആൻഡ് ദാറ്റ് ഈസ് ഹിം ക്രോളിങ്. ക്രോൾ ചെയ്ത് വന്നപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ്. ഇറ്റ് വാസ് സോ ക്യൂട്ട്. ആൻഡ് നമ്മൾ കേബിൾ കാറിൽ കയറിയിട്ട് നമ്മൾ മുകളിൽ പോയി. ആൻഡ് മൗണ്ടൻസിൽ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ആൻഡ് ദാറ്റ്സ് ഹിം പ്ലേയിങ് വിത്ത് ദ സ്നോ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആൻഡ് ഹി വാസ് ജസ്റ്റ് എക്സ്പ്ലോറിങ് ഹിംസെൽഫ്. സ്നോയിൽ ഓരോന്നിങ്ങനെ ലൈക്ക് തൊട്ട് നോക്കും, കളിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇറ്റ് വാസ് സോ ലൈക്ക് ഒരു വൗ മൊമെൻ്റ് ആയിരുന്നു. ആൻഡ് വി വർ പ്ലേയിങ് വിത്ത് ഹിം ഓൾസോ. ഹി വാസ് സ്ലീപ്പിംഗ് ആക്ച്വലി ബട്ട് ദെൻ നെക്സ്റ്റ് ഡേ വി ജസ്റ്റ് വെൻറ്റ് ബാക്ക് ടു ദ എയർപോർട്ട്. ദാറ്റ് വാസ് എ 6 days ട്രിപ്പ്. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ പറയാനില്ലല്ലോ, ബേബി ഫുൾ ടൈം സ്ലീപ്പിംഗ് ആയിരുന്നു. ആൻഡ് ദെൻ എയർപോർട്ട് ഫുള്ളി ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചേക്കുമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ക്രിസ്മസിൻ്റെ കുറേ തീമൊക്കെയുള്ള കുറേ സ്റ്റേജ് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ കുറേ ഫോട്ടോസാണ്, എക്സ്ട്രാ അഡീഷണൽ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ദാറ്റ്സ് ഇറ്റ്. ആഫ്റ്റർ എ ബ്രേക്ക് ഞാൻ പിന്നെയും തുടങ്ങിയതാണ് ചാനൽ. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും പ്ലീസ് ഡു സബ്സ്ക്രൈബ്. So if you're planning to travel with your kids, please to go and make memories and have fun.